ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. SN ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് മാരുതി സുസുക്കി ബലേനോ RS ആണ്, ഫുൾ ഓപ്ഷനാണ്, 2019 വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹമ്മിങ് നോയ്സ് ആണ്, നല്ലൊരു മുഴക്കം ഫീൽ ചെയ്യുന്നുണ്ട് വാഹനത്തിനകത്തിരുന്ന് ഓടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീൽ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ്. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു, നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് വീൽ ബെയറിംഗ് ആണ് നോയ്സ്. നമ്മളിപ്പോൾ ജാക്കി വെച്ചൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, വീൽ കറങ്ങാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് വീലാണെന്ന് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജാക്കി വെച്ചതിന് ശേഷം ഏത് വീലാണോ മുഴക്കമെന്ന് 4 വീലും ഒന്ന് കറക്കി നോക്കും, കൈകൊണ്ട് കറക്കി നോക്കും. അപ്പോൾ നമ്മൾ കോയിൽ സ്പ്രിങ്ങിലോ ഇതിൻ്റെ ബോഡിയിലോ എവിടെയെങ്കിലും കൈകൊണ്ട് പിടിച്ച് കറക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏത് ബെയറിംഗ് ആണ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബെയറിങ്ങിൻ്റെ കറക്കം ഞാനൊന്ന് കറക്കി കാണിക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം നല്ലൊരു വൈബ്രേഷൻ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലെഫ്റ്റ് സൈഡ് ബെയറിംഗ് ആണ് പോയിട്ടുള്ളത്, ഫ്രണ്ട് ലെഫ്റ്റ്. വേറെ എല്ലാ വീലും നമ്മൾ കറക്കി നോക്കി വേറെ മുഴക്കവും കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം, മാറുന്ന രീതി. അതിനോടൊപ്പം ഇതിൻ്റെ ബ്രേക്ക് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇത് ബലേനോ RS 2019 മോഡൽ. ഇത് 3 സിലിണ്ടർ ടർബോ വെച്ച് പെട്രോൾ എഞ്ചിൻ ഇറക്കിയതാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് ഈ കാണുന്നത്. 102 bhp ആണ്, 150 Nm ടോർക്കാണ് ഇതിന് വരുന്നത്. ഈ കാണുന്നത് ടർബോയാണ്. കാണാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഈ ഒരു വാഹനത്തിന് പെട്രോൾ എഞ്ചിനിൽ മാരുതി സുസുക്കി ആദ്യമായിട്ട് ഇറക്കിയ ഒരു വാഹനത്തിലാണ് ഈ ഒരു ബലേനോയിൽ 3 സിലിണ്ടർ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനിൽ ഈ ഒരു ടർബോയും കൂടി വെച്ച് വാഹനം ഓടിക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പെർഫോമൻസ് ഉള്ള ഒരു വാഹനം കൂടി തന്നെയാണ്. മൈലേജും എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 21 മൈലേജും ഈ ഒരു വാഹനത്തിനുണ്ട്. അത്യാവശ്യം നല്ല വാഹനം കൂടി നമുക്ക് പറയാം. എല്ലാ ഓപ്ഷനും കൂടി ഇറക്കിയതാണ്. ബാക്ക് ഡിസ്ക് ബ്രേക്കാണ്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ഫ്രണ്ടും ബാക്കും എല്ലാ ഡിസ്ക് ബ്രേക്കാണ്. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആകാറായി. നല്ല ഓട്ടോ ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ വീൽ ബെയറിങ് നമുക്ക് ഇളക്കി നോക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ വീൽ ബെയറിങ് അമ്പ് അടക്കം മൊത്തത്തിലാണ് വരുന്നത്, സെറ്റായിട്ടാണ് വരുന്നത്. മാറാൻ പറ്റത്തില്ല, സെറ്റായിട്ട് ബെയറിങ് മാത്രമായിട്ട് മാറാൻ പറ്റില്ല, അമ്പടക്കം സെറ്റായിട്ട് മാറാനേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ പവർ കൂട്ടാനായിട്ടാണ് ടർബോ ചാർജർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഇൻ്റർകൂളർ ഉണ്ട്. ഈ കാണുന്നതാണ് ഇൻ്റർകൂളർ. ഡീസൽ വാഹനത്തിന് കാണുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിലും ടർബോ ചാർജർ ഉൾപ്പെടെയാണ് വരുന്നത്. ഇത് 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കൂട്ടി ഇറക്കിയിട്ടുണ്ട്. ഈ കാണുന്ന നമ്മൾ കവർ ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കേട്ടോ, ഈ കാണുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇഗ്നിഷൻ കോയിലും കണ്ടോ 3 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ EGR സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. EGR സിസ്റ്റം വരുന്നുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് ഈ ഒരു വാഹനത്തിന് വന്നത്. അങ്ങനെ നമ്മൾ ടയർ ഇളക്കി മാറ്റി. അതിനുശേഷമാണ് നമുക്ക് ഇതിൻ്റെ റോട്ടർ ഡിസ്ക് ഇളക്കേണ്ടത്. ആക്സിൽ ഇളക്കണം. വീൽ ബെയറിംഗ് മാറണമെങ്കിൽ ആക്സിലാണ് ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്, ആക്സിലിനായിട്ട് ഇളക്കണം. അതുപോലെ കാലിബർ ബ്രാക്കറ്റ്, റോട്ടർ ഡിസ്ക്. പിന്നെ ഇതിൽ നമുക്ക് നെക്കിളടക്കം ഊരിയെടുത്തതിന് ശേഷം 4 ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ഇളക്കി ഹബ്ബ് സെറ്റായിട്ട് നമുക്ക് ഊരിയെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ബലേനയുടെ വീൽ ബെയറിംഗ് മാറേണ്ട രീതി. ബാക്കും അതേ പ്രൊസീജിയറാണ്. ഹബ്ബ് അടക്കമാണ് വരുന്നത് വീൽ ബെയറിംഗ്. നമുക്ക് ഇത് ബെയറിംഗ് മാത്രം, പഴയ മോഡൽ വാഹനം പോലെ ബെയറിംഗ് മാത്രമായിട്ട് മാറാൻ കഴിയത്തില്ല, സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. നമുക്ക് എല്ലാം ഇളക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് കറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചെറിയൊരു നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. കൈ കൊണ്ട് കറക്കുമ്പോൾ ചെറിയൊരു മുഴക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ മുഴങ്ങി കഴിഞ്ഞാൽ വീൽ ബെയറിംഗ് പോയി വീൽ ഷേക്ക് ഉണ്ടാവും, ടയർ കിടക്കത്തില്ല. ചിലപ്പോൾ വീല് കയറി ജാം ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയൊരു മുഴക്കം ഉണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ വാഹനം ഓടാവൂ. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. ഫാമിലിയായിട്ടൊക്കെ പോകുന്ന സമയത്ത് രാത്രിയൊക്കെ നൈറ്റൊക്കെ ഓടുമ്പോൾ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് കാണിച്ച് നിങ്ങളെ വാഹനം ഓടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിത് സെറ്റായിട്ട് ഇളക്കി ഇതിൻ്റെ ബെയറിംഗ് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ വീൽ ബെയറിംഗ് നിക്കിളടക്കം സെറ്റായിട്ട് നമ്മൾ ഊരിയെടുത്തു. ഇതായി കാണുന്നതാണ് വീൽ ബെയറിംഗ് ഹബ്ബ്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിനും വീണ്ടും പൊളിക്കണം. കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നിക്കലിനകത്താണ് വീൽ ബെയറിംഗ് വരുന്നത്. കണ്ടോ, സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ബോൾട്ട് ഇളക്കിയാൽ മാത്രമേ ഹബ്ബ് അടക്കം നമുക്ക് ഊരിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇതിനകത്താണ് വരുന്നത്. ഈ കാണുന്ന മില്ലിങ് ഉണ്ടോ, ഹബ്ബിലെ മില്ലിങ്. ഈ മില്ലിങ്ങിലാണ് ആക്സിലിൻ്റെ പല്ല് കയറി ഇറുകി നമുക്ക് നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ആക്സിലും വീൽ ബെയറിങ്ങുമായിട്ടുള്ള പിടുത്തം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇളക്കേണ്ടത്. കണ്ടോ, ലോവർ ആം ഇളക്കണം, ആക്സിൽ ഇളക്കണം, അതുപോലെ തന്നെ സ്റ്റഡ് ഇളക്കണം.
കാലിബർ, ഡിസ്ക്, റോട്ടർ ഡിസ്ക് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആക്സിലുണ്ടോ, നമുക്ക് ഗിയർ ബോക്സിൽ നിന്ന് ഡ്രൈവ് വീലിലോട്ട് കിട്ടാനായിട്ടുള്ള ആക്സിലാണ്. ഈ ആക്സിലിൽ ഈ മില്ലിങ് വഴിയാണ് വീൽ ബെയറിങ്ങിനകത്ത് നേരത്തെ പറഞ്ഞത് ഫിക്സായി കിടക്കുന്നത്. അതുപോലെ ഈ ഒരു നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കും, അപ്പം നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ ആക്സിൽ ഇളക്കിയാലും കുറച്ച് ഗ്രീസ് ഈ ഒരു മില്ലിങ്ങിൽ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീസ് ഇല്ലാതെ വെള്ളമൊക്കെ അടിച്ച് കയറി തുരുമ്പായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭാവിയിൽ വീൽ ബെയറിങ് അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ആക്സിൽ മാറണമെങ്കിലും ഇളക്കാൻ കഴിയത്തില്ല, പാടായിരിക്കും. പിന്നെ നമുക്ക് സെറ്റായിട്ട് മാറേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രീസ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ABSൻ്റെ സെൻസർ നമ്മൾ ഊരിയെടുക്കും. ഇതായി കാണുന്ന വയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീൽ ബെയറിംഗ് മൊത്തം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നോക്കാം. നമ്മൾ മാരുതിയുടെ ജെന്യൂനാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. മാരുതി സുസുക്കി ജെന്യൂൻ പാർട്സ് ഏകദേശം ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 2750 രൂപയോളം റേറ്റുണ്ട്. പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹബ് അസംബ്ലി ഫ്രണ്ട് വീൽ എന്നാണ് എഴുതിയിട്ടുള്ളത് കണ്ടോ. ഇത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ കാണുന്നതാണ് വീൽ ബെയറിങ് ഹബ്ബും കൂടി സെറ്റായിട്ട് വരുന്നത് കണ്ടോ. ഇതിൽ വീൽ ബോൾട്ടിൻ്റെ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട്, ഹബ്ബ് കൊടുത്തിട്ടുണ്ട്, ബെയറിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് സെറ്റായിട്ട് മാറിക്കൊടുക്കണം. അതാണ് ഇത്രയും വില വരുന്നത്. പഴയ മോഡലാണെങ്കിൽ ഒരു 1000 രൂപയ്ക്കകത്തൊക്കെ വില വരുന്നുള്ളൂ ബെയറിങ്. പിന്നെ നമ്മൾ ലൈത്തിൽ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിടണം. 300 രൂപ എല്ലാം കൂടെ ടോട്ടൽ ഒരു 1600 രൂപയിൽ നമ്മളെ ലേബർ അടക്കം നിൽക്കും. ഏകദേശം ഒരു 1600 1700. പക്ഷേ ഇത് പറയുമ്പോൾ വീൽ ബെയറിങ്ങിന് മാത്രമാണ് ഇത്രയും സെറ്റായിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. പിന്നെ നമ്മളെ ലേബറും കൂടെ വരുമ്പോൾ ഒരു 500 രൂപയുടെ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. നമുക്കിത് ഇളക്കി ഈ ഒരു നിക്കിളിനകത്ത് ഇത് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ ഒരു വീൽ ബെയറിങ് നമ്മൾ ഇളക്കിയെടുത്തു. ഈ കാണുന്ന ബെയറിങ്ങാണ്. ബെയറിങ്ങിൽ അത്യാവശ്യം ഷേക്ക് ഉണ്ട് കേട്ടോ. ഈ ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കൂടിയൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് ഒരുപാട് കട്ടറിലൊക്കെ ചവിട്ടാതെ ഇറക്കുമ്പോഴാണ് ഈ വീൽ ബെയറിങ് ഒരുപാട് പോകാൻ സാധ്യത. അപ്പോൾ നല്ല ഷേക്കുണ്ട് വീൽ ബെയറിങ് ഉണ്ടോ. അപ്പോൾ ഷേക്ക് ആട്ടുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടോ, നല്ല ഷേക്കുണ്ട്. അപ്പോൾ വീൽ ബെയറിങ് വീൽ ഷേക്കും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ വീൽ ഷേക്ക് ഉണ്ടാവും, ടയർ വെട്ടിത്തെയും, ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ. ഇതും സെയിം ആണ് കേട്ടോ. ഈ ബെയറിങ്ങും ഇതുമായിട്ടുള്ള ഫുള്ളായിട്ട് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നിക്കിളിലോട്ട് ഈ ഒരു ബെയറിങ്, പുതിയ ബെയറിങ് നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഈ കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോട്ടർ ഡിസ്കിനകത്ത് കല്ലും പൊടിയും ഒന്നും കയറാതിരിക്കാനുള്ള ഒരു കവറിങ്ങാണ്. ഈ കവറിങ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ കല്ല് കയറി റോട്ടർ ഡിസ്കിനകത്ത് ഉരയുന്ന ഒരു സൗണ്ട് ഉണ്ടാവും, ഫീൽ ഉണ്ടാവും. പെട്ടെന്ന് ബ്രേക്ക് പാഡ് തീരും, നല്ലൊരു നോയ്സ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനാണ് ഈ ഒരു കവറിങ് കൊടുത്തിട്ടുള്ളത്. കവറിങ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. റോട്ടർ ഡിസ്കിലോട്ട് ഉരയാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് നെക്കിലോട്ട് സെറ്റ് ചെയ്തിട്ട് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വാഹനം ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ മാറി എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെറിയൊരു നോയ്സ് ഉണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ച് വലിയ പണി വരാതെ ചെറിയ എമൗണ്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ബെയറിങ് മാറാതിട്ട് ഓടിക്കഴിഞ്ഞാൽ ഈ ഒരു മില്ലിംഗ് ഒക്കെ പോയി കറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബെയറിങ് നിക്കിള് ബെയറിങ് പിന്നെ എന്ന് പറയുമ്പോൾ ആക്സിൽ എല്ലാം സെറ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് മാറേണ്ടി വരും. നല്ലൊരു കോസ്റ്റ് ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാറിക്കൊടുത്താൽ ചെറിയൊരു എമൗണ്ടിൽ തീരാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ ഈ ഒരു ബലേനോയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്. ഹമ്മിങ് നോയ്സ് ആയിരുന്നു എൻ്റെ വിഷയം. അങ്ങനെ എൻ്റെ ബ്രേക്ക് പാഡ് നമ്മൾ മാറി, എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.